നമസ്കാരം. പ്രാണായാമം അഥവാ ഡീപ്പ് ബ്രീത്തിങ്, ദീർഘമായി ശ്വാസമെടുത്ത്, അതായത് കൂടുതൽ സമയം കൊണ്ട് ശ്വാസം എടുത്ത് അതിനേക്കാൾ കൂടിയ സമയം കൊണ്ട് ശ്വാസത്തെ പുറത്തേക്ക് വിടുക. ഇതാണ് പ്രാണായാമം എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനാണ് പ്രാണായാമം ചെയ്യുന്നത്? ഈ വീഡിയോ ഒന്ന് സശ്രദ്ധം കേൾക്കുക, അതിനുശേഷം ഞാനിവിടെ ചെയ്യുന്ന പോലെ ചെയ്യുക. ഒരുപാട് ഗുണങ്ങളുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് നമ്മുടെ ശ്വാസഗതി കറക്റ്റാക്കാൻ വേണ്ടിയാണ്. അതായത് ആസ്മ പോലുള്ള, ശ്വാസം മുട്ടൽ പോലുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് വളരെ ഗുണം ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ കേൾക്കാറുണ്ടല്ലോ, ഈ കൊറോണ ഇഞ്ചക്ഷന് ശേഷം ശ്വാസം മുട്ടലുണ്ടാകുന്നു എന്നൊക്കെ. അപ്പോൾ അതിനൊക്കെ വളരെ വ്യത്യാസം ഉണ്ടാകും. ആ ബ്രീത്തിങ് കപ്പാസിറ്റി കൂടാൻ നല്ലതാണ്. ഒന്ന്, അപ്പോൾ ശ്വാസത്തിന് ഗുണം. രണ്ട്, നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റാകും. അതായത് ശരീരത്തിലെ എല്ലാ ഭാഗത്തും നമ്മുടെ പ്രാണശക്തി എത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ശ്രദ്ധപൂർവ്വം കേൾക്കണം, ഓടിച്ചു കളയരുത്. അപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആകുന്നു. ആ സർക്കുലേഷൻ കറക്റ്റ് ആകുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങൾ പുറന്തള്ളാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ പഠനങ്ങളനുസരിച്ച് പറയുന്നത്, പ്രാണായാമം ദിവസവും ഒരു 10 മിനിറ്റെങ്കിലും ചെയ്താൽ നമ്മുടെ LDL, അതായത് മോശം കൊളസ്ട്രോൾ, ബാഡ് കൊളസ്ട്രോൾ കുറയുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. അതോടൊപ്പം HDL, നല്ല കൊളസ്ട്രോൾ കൂടുകയും ചെയ്യുന്നു. അപ്പോൾ എന്തുകൊണ്ടും വളരെ നല്ലതാണ് നമ്മുടെ ബ്രെയിനൊക്കെ ഡെവലപ്ഡ് ആകാൻ. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ, പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ പരീക്ഷാ സമയത്തൊക്കെ ഒരു 10 മിനിറ്റ് നേരം ഇതിനു വേണ്ടി ചിലവഴിച്ചാൽ അത് ഒട്ടും നഷ്ടമാവില്ല. എപ്പോഴും പഠിക്കുന്നു പറഞ്ഞിരിക്കുന്ന സമയത്ത് ഒരു 10 മിനിറ്റ് അവരെ കൊണ്ട് പ്രാണായാമം ചെയ്യിപ്പിച്ചാൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ സശ്രദ്ധം ഈ വീഡിയോ നോക്കി തന്നെ ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് അതിലേക്ക് പോകാം. ചെയ്യേണ്ട അത്രേ ഉള്ളൂ. നമ്മൾ ഓരോ മൂക്കിലൂടെയാണ് ശ്വാസം എടുക്കുന്നത്. അതായത് ഇടത് മൂക്കിലൂടെ ശ്വാസം എടുത്തിട്ട് ഒരു 5 സെക്കൻഡ് നേരം പിടിച്ചു നിർത്തുന്നു. അതിനുശേഷം വലത് മൂക്കിലൂടെ ശ്വാസത്തെ പുറത്തേക്ക് വിടുന്നു. അപ്പോൾ 5 സെക്കൻഡ് കൊണ്ടാണ് ശ്വാസം എടുത്തെങ്കിൽ 5 സെക്കൻഡ് നേരം പിടിച്ചു നിർത്തുന്നു, 10 സെക്കൻഡ് കൊണ്ട് പുറത്തേക്ക് വിടുന്നു. ഇനി ഈ 5 സെക്കൻഡ് കൊണ്ട് എടുത്തിട്ട് 5 സെക്കൻഡ് പിടിച്ചു നിർത്തുന്നു, 10 സെക്കൻഡ് കൊണ്ട് പുറത്ത് വിടാൻ പറ്റാത്തവർക്കാണെങ്കിൽ എത്ര സമയം കൊണ്ടാണോ പുറത്ത് വിടുന്നത് അത്രയും സമയം കൊണ്ട് പുറത്ത് വിടുക. ഇതൊരു ശ്വാസം മുട്ടിപ്പിടിച്ച് ചെയ്യേണ്ട കാര്യമല്ല, ഈസി ആയിട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാം. ഞാനിവിടെ കാണിക്കുന്നത് ഇങ്ങനെയാണ്: 5, 5, 10. 5 സെക്കൻഡ് കൊണ്ട് എടുക്കുന്നു, 5 സെക്കൻഡ് പിടിച്ചു നിർത്തുന്നു, 10 സെക്കൻഡ് കൊണ്ട് പുറത്തേക്ക് വിടുന്നു. തിരിച്ചും അതുപോലെ വലത് മൂക്കിലൂടെ 5 കൊണ്ട് എടുക്കുന്നു, 5 പിടിച്ചു നിർത്തുന്നു, 10 കൊണ്ട് പുറത്ത് വിടുന്നു. ഇങ്ങനെ. അപ്പോൾ ഈ ഓരോ മൂക്കും അടയ്ക്കാനും തുറക്കാനും നമുക്ക് കൈയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഈ കൈ ചിന്മുദ്ര എന്ന് പറയും. ഇങ്ങനെ ചൂണ്ടുവിരലും തള്ളവിരലും നമ്മൾ തൊട്ട് പിടിച്ചിട്ട് മടിയിൽ ഇങ്ങനെ വയ്ക്കുക. ആ കൈയിൻ്റെ കാര്യം മറന്നേക്കാം, അതിനെക്കുറിച്ച് ആലോചിക്കുക വേണ്ട. പിന്നെ ഈ കൈ എടുക്കുക, ഈ കൈ ഇങ്ങനെ വയ്ക്കണം. ചൂണ്ടുവിരൽ മടക്കി, നടുവിരൽ മടക്കി. നമുക്ക് ഈ തള്ളവിരൽ കൊണ്ട് മൂക്കിൻ്റെ വലത് ഭാഗം അടയ്ക്കാനും മോതിര വിരൽ കൊണ്ട് ഇടത് ഭാഗം അടയ്ക്കാനുമായിട്ടാണ് ഇങ്ങനെ ഉപയോഗിക്കുന്നത്. ഇങ്ങനെയാണ് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നത്. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. കാണിച്ചു തന്നിട്ട് അതുപോലെ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതാ ഇങ്ങനെ വലത് മൂക്ക് അടച്ചു വെച്ചു. എന്നിട്ട് ഞാൻ ശ്വാസം എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ കൈ കൊണ്ട് എണ്ണുന്നത് കാണിച്ചു തരാം. ശ്വാസം എടുക്കലും എണ്ണലും ഒരുമിച്ച് പറ്റില്ലല്ലോ, നോക്കിക്കൊള്ളണം. ഇതാ ശ്വാസം എടുക്കണം ആദ്യം. കണ്ട? അപ്പോൾ ഈ ആദ്യത്തെ 5 സെക്കൻഡ് എന്ന് പറയുമ്പോൾ ശ്വാസം എടുത്തതാണ്. പിന്നുള്ള 5 സെക്കൻഡ് എന്ന് പറയുമ്പോൾ ശ്വാസം പിടിച്ചു നിർത്തുന്നതാണ്. പിന്നുള്ള 10 സെക്കൻഡാണ് എടുത്തത്. ആ 10 സെക്കൻഡിലൂടെയാണ് ഞാൻ ശ്വാസത്തെ പുറത്തേക്ക് വിട്ടത്. ഇതുപോലെ തിരിച്ചു എടുക്കണം. ഇങ്ങനെയാണ് എൻ്റെ രീതി. അപ്പോൾ നമുക്കൊരു 2-3 മിനിറ്റ് തന്നെ ചെയ്യാം. അങ്ങനെ റെഡി? എന്നോടൊപ്പം ചെയ്യാം. ചെയ്തിട്ട് പിന്നീട് നിങ്ങൾ ആ 3 മിനിറ്റ് എന്നുള്ള പിറ്റേ ദിവസം 4 മിനിറ്റ് ആക്കുക, 5 മിനിറ്റ് ആക്കുക, 6 ആക്കുക, 7 ആക്കുക, 8 ആക്കുക, 9 ആക്കുക, 10 ആക്കുക. 10 മിനിറ്റെങ്കിലും ചെയ്യണം ദിവസവും. ഓക്കെ, ഇതൊരു മെഡിറ്റേഷന് തുല്യമാണ്, ധ്യാനത്തിന് തുല്യമാണ്. മനസ്സിനെ ഏകാഗ്രതപ്പെടുത്താനും മനസ്സിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാനും. എന്തിനാണ് ശക്തി? വേറെ ആരെങ്കിലുമായിട്ട് ഗുസ്തി പിടിക്കാനല്ല. ഭഗവത്മയമെന്നോർക്ക സമസ്തം എന്നാണ്, അല്ലേ? കോപം കൊണ്ട് ശവിക്കരുത് ആരെയും എന്നാണ് പറയുന്നത്. ഭഗവത്മയമെന്ന് ഓർക്ക സമസ്തം. എല്ലാം ദൈവത്തിൻ്റെ അംശമാണ് നമ്മളിലുള്ളതും മറ്റുള്ളവരിലുള്ളതും എന്ന് മനസ്സിൽ കാണുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ അത്തരം ഒരു ചിന്തകളൊക്കെ വരണമെങ്കിൽ ഈ പ്രാണായാമം ദിവസവും ചെയ്യുക. ഓക്കെ, ശാന്തമായി ചെയ്യുക, ഭക്തിയോടെ ചെയ്യുക, സന്തോഷത്തോടെ ചെയ്യുക. റെഡി? ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇടത് മൂക്കിലൂടെ എടുത്ത് വലതിലൂടെ വിടുന്നു, വലതിലൂടെ എടുത്ത് ഇടതിലൂടെ വിടുന്നു. ചെയ്യാം. കമോൺ. ഈ കൈ ഞാൻ എണ്ണാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. അപ്പോൾ എന്നോടൊപ്പം
ചെയ്തോളുക. കണ്ണ് തുറന്നുകൊണ്ട് തന്നെ ചെയ്യാം. മൂക്കടച്ച്, വലത് മൂക്കടച്ച് വെച്ച് ഞാൻ തുടങ്ങുകയാണ്. കണ്ടോ? ഇനി ഞാനത് നിങ്ങൾ ചെയ്യുന്നതായിട്ട്, ഞാൻ ചെയ്യുന്നതായിട്ട് സങ്കല്പിച്ചോ, എന്നിട്ട് നിങ്ങൾ ചെയ്തോളുക. അപ്പോൾ ഞാൻ കൗണ്ട് ചെയ്ത് തരാം. അപ്പോൾ എൻ്റെ ആ കൗണ്ടിൽ നിങ്ങൾക്ക് ഉത്സാഹം കിട്ടുമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, അങ്ങനെ ചെയ്യാം. റെഡി? കമോൺ. അപ്പോൾ കൈ ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് ഞാൻ ഇവിടെ ഒച്ചത്തിൽ എണ്ണുന്നതനുസരിച്ച് നിങ്ങൾ എടുക്കുക. ഓക്കെ? വലത് മൂക്ക് അടച്ചു വെച്ചു, ഇടതിലൂടെ ശ്വാസം എടുത്ത് തുടങ്ങുക. കമോൺ. 1 2 3 4 5. 2 ഭാഗം അടച്ചു വെച്ച് 5 സെക്കൻഡ് പിടിച്ച് നിർത്തുക. 1 2 3 4 5. വലത് മൂക്ക് തുറന്ന് വലതിലൂടെ പുറത്തേക്ക് വിടുക. 10 9 8 7 6 5 4 3 2 1. വലതിലൂടെ തന്നെ എടുക്കുക. 1 2 3 4 5. 2 മൂക്കും അടച്ചു വെച്ച് ഹോൾഡ് ചെയ്യുക. 5 4 3 2 1. ഇടതിലൂടെ പുറത്തേക്ക്. 10 9 8 7 6 5 4 3 2 1. ഇടതിലൂടെ എടുക്കുക. 1 2 3 4 5. ഹോൾഡ് ചെയ്യുക. 5 സെക്കൻഡ് പിടിച്ച് നിർത്തുക. 1 2 3 4 5. വലതിലൂടെ പുറത്തേക്ക്. 1 2 3 4 5 6 7 8 9 10. വലതിലൂടെ എടുക്കുക. 1 2 3 4 5. 5 സെക്കൻഡ് പിടിച്ച് നിർത്താം. 1 2 3 4 5. ഇടതിലൂടെ പുറത്തേക്ക്. 10 9 8 7 6 5 4 3 2 1. ഇടതിലൂടെ എടുക്കുക. 1 2 3 4 5. 5 സെക്കൻഡ് പിടിച്ച് നിർത്തുക. 1 2 3 4 5. വലതിലൂടെ പുറത്തേക്ക്. 10 9 8 7 6 5 4 3 2 1. വലതിലൂടെ എടുക്കുക. 1 2 3 4 5. 5 സെക്കൻഡ് പിടിച്ച് നിർത്തുക. 1 2 3 4 5. ഇടതിലൂടെ പുറത്തേക്ക്. 10 9 8 7 6 5 4 3 2 1. ഇടതിലൂടെ എടുക്കുക. ലാസ്റ്റ് റൗണ്ട്. 1 2 3 4 5. 5 സെക്കൻഡ് പിടിച്ച് നിർത്തുക. 1 2 3 4 5. വലതിലൂടെ പുറത്തേക്ക്. 10 9 8 7 6 5 4 3 2 1. വലതിലൂടെ എടുക്കുക. 1 2 3 4 5. 5 സെക്കൻഡ് പിടിച്ച് നിർത്തുക. 1 2 3 4 5. ഇടതിലൂടെ പുറത്തേക്ക്. 10 9 8 7 6 5 4 3 2 1. കൈ താഴെ വയ്ക്കുക. റിലാക്സ് ചെയ്യുക. ഒന്ന് കണ്ണടച്ചിരിക്കുക. എല്ലാവരും ഒന്ന് കണ്ണടച്ചിരുന്നോട്ടെ. ആ പുരികങ്ങളുടെ മധ്യത്തിലേക്ക് ശ്രദ്ധിക്കുക. നമ്മുടെ ബ്രെയിനിലേക്ക് ശ്രദ്ധിക്കുക. ബ്രെയിൻ, ലെഫ്റ്റ് റൈറ്റ് ആൻഡ് മിഡ് ബ്രെയിൻ. ഒന്ന് മനസ്സിനെ കാണുക. നമ്മുടെ ഉള്ളിലുള്ള ആ ശക്തിയെ ഒന്ന് കാണുക. ഏത് സാഹചര്യവുമായി പൊരുത്തപ്പെടാനും ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാനുള്ള കരുത്ത്, അതാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യം. പ്രതിസന്ധികളിൽ തളരാതിരിക്കുക. പ്രത്യേകിച്ച് കുട്ടികൾ, അല്ലേ? കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഇപ്പോൾ പെട്ടെന്നാണ് ടെൻഷൻ വരുന്നതും ആങ്സൈറ്റി ഉണ്ടാകുന്നതൊക്കെ. അപ്പോൾ അതൊക്കെ
നമുക്ക് നേരിട്ടേ പറ്റുള്ളൂ. അതിനാണ് നമ്മൾ ദൈവം നമുക്ക് ബുദ്ധിയും ശക്തിയും ഒക്കെ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് നമ്മളതിനെ അതിജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഓക്കെ, പതിയെ കണ്ണ് തുറക്കാം, സുഖകരമായ രീതിയിലിരിക്കുക. ഇത് റിപ്പീറ്റ് ചെയ്യാം. 3 മിനിറ്റ് എന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ, വർദ്ധിപ്പിച്ചു കൊണ്ടുവരണം ഓരോ ദിവസവും. അത് രാവിലെ വേണമെങ്കിൽ ചെയ്യാം, ഉച്ചയ്ക്ക് ചെയ്യാം, പ്രാണായാമം ഏത് സമയത്തും ചെയ്യാം. നന്നായിട്ട് ചെയ്യുക. ചമ്രം പഠിച്ചിരുന്ന് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ കസേര ഇരുന്ന് ചെയ്യാം. ഓക്കെ, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നന്നായിട്ട് ചെയ്യുക. നല്ല ആരോഗ്യത്തോടു കൂടി ജീവിക്കുക. സമാധാനത്തോടെ, ശാന്തതയോടെ, സന്തോഷത്തോടെ ജീവിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.